ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം. കുട്ടികൾക്ക് വളരെ ഈസി ആയിട്ട് ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. പലരും വിചാരിക്കും കുട്ടികൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് നമ്മളൊരു വലിയ എഫോർട്ട് ഇടണമെന്ന്. എന്നാൽ അങ്ങനെയല്ല. 10 വയസ്സുള്ള ഒരു കുട്ടി 1000 രൂപ വെച്ചിട്ട് മാസത്തിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടിയുടെ റിട്ടയർമെൻറ്റ് സമയത്ത് അത് 4 കോടിയായിട്ടുണ്ടാവും. നിഫ്റ്റിയുടെ ആവറേജ് റിട്ടേൺ ആയിട്ടുള്ള 12% വെച്ചിട്ടാണ് ഞാനിവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അപ്പോൾ രക്ഷിതാവ് വിചാരിക്കും, ഞാൻ വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ക്യാഷല്ലേ, ഞാനത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കുട്ടി എന്നെ നോക്കുമോ, ഇല്ലെങ്കിൽ എൻ്റെ സുഖസൗകര്യങ്ങൾ മാറ്റി വെച്ചിട്ടല്ലേ ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്നൊക്കെ പല രക്ഷിതാക്കളും ചിന്തിക്കുന്നതാണ്. എന്നാൽ ഇതിന് നമ്മൾ വലിയൊരു എഫേർട്ടൊന്നും ഇടണ്ട എന്നുള്ളതാണ് സത്യം. മാസത്തിലൊന്ന് ഔട്ടിങ് പോകുന്ന ക്യാഷ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചാൽ മതി. അവർക്കതൊരു ഹ്യൂജ് ഗെയിനായിരിക്കും കൊണ്ടുതരിക. പിന്നെ അവർക്കൊരു നല്ല കാലം വന്നാൽ അത് നമ്മുടെ നല്ല കാലമാണല്ലോ. ഇനി മാസത്തിൽ 1000 രൂപ മാറ്റി വെക്കാനായിട്ട് അതിന് മാത്രം ബുദ്ധിമുട്ടൊന്നുമില്ല. ഇത് രക്ഷിതാവിന് ഈസി ആയിട്ട് തന്നെ അച്ചീവ് ചെയ്യുന്നതാണ്. പവർ ഓഫ് കോമ്പൗണ്ടിങ് ഉപയോഗിച്ച് തന്നെ രക്ഷിതാവിന് അച്ചീവ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പറഞ്ഞത് 10 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയുടെ കാര്യമാണ്. റിട്ടയർമെൻറ്റ് പ്രായം 60 വയസ്സാണ് എന്ന് കൂട്ടിയാൽ 50 വർഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതൊരു വലിയ കാലാവധിയാണെങ്കിലും അത്രയും നാൾ കൊണ്ട് ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് 6 ലക്ഷം രൂപയാണ്. അതൊരു ചെറിയ പൈസയല്ലേ. ഇതൊറ്റ അടിക്കല്ല ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഓരോ മാസവും 1000 രൂപ വെച്ചിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 6 ലക്ഷം രൂപയെ വരികയുള്ളൂ. പക്ഷേ അവിടെ കുട്ടിക്ക് കിട്ടുന്ന വെൽത്ത് എന്ന് പറയുന്നത് 4 കോടിയാണ്. ഇനി രക്ഷിതാവിന് ഈ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് വേണമെങ്കിൽ കയ്യിൽ നിന്ന് എടുക്കേണ്ട ആവശ്യം പോലുമില്ല. അദ്ദേഹം ടോട്ടൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന 6 ലക്ഷം രൂപയാണ്. ഈ 6 ലക്ഷം രൂപ ബാങ്കിൽ കൊണ്ടിട്ടാൽ മതി. അതിൻ്റെ ഇൻട്രസ്റ്റ് കൊണ്ട് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടന്നു പോയിക്കോളും. ഒരു 8% റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് നോക്കാം. ഈവൻ എഫ് ഡിയിൽ ഇട്ടാൽ പോലും 1 ലക്ഷം രൂപ ഇട്ടാൽ 2000 രൂപ കിട്ടും. അങ്ങനെ നോക്കുമ്പോൾ ഈ 6 ലക്ഷം രൂപയും എഫ് ഡിയിൽ ഇടേണ്ട ആവശ്യമില്ലല്ലോ. 1.5 ലക്ഷം രൂപ ബാങ്കിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫ് ഡി ഇട്ടാൽ മതി. 8% ഇൻട്രസ്റ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മെച്യൂരിറ്റി ആകുമ്പോൾ, അതായത് 1 വർഷം കഴിയുമ്പോൾ 1,12,000 രൂപ കിട്ടും. ഈ 12,000 രൂപയാണല്ലോ നമ്മൾ 1000 × 1000 അങ്ങനെ നമ്മൾ ഇടുന്നത്. അതായത് ഓരോ മാസവും 1000 ഇടുന്നത് ഈ 12,000 രൂപയാണല്ലോ ആവുള്ളൂ 12 മാസം. അപ്പോൾ രക്ഷിതാവിന് വെറും 1.5 ലക്ഷം രൂപ എഫ് ഡി ഇട്ടാൽ പോലും അതങ്ങനെ കിടന്നോട്ടെ. എന്നിട്ട് ആ ഇൻട്രസ്റ്റ് മാത്രം എടുത്തിട്ട് കുട്ടിയുടെ പേരിൽ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ മതി. രക്ഷിതാവ് ഒരു എഫേർട്ടും എടുക്കേണ്ട കാര്യമില്ല. സിമ്പിളായിട്ട് കുട്ടിക്ക് 4 കോടി ലഭിക്കുകയും ചെയ്യും. അവർക്കൊരു നല്ല കാലം വരുമ്പോൾ നമുക്കും ഒരു നല്ല കാലം വരും. പക്ഷേ അതങ്ങനെ വിചാരിക്കേണ്ട. ഇത് അവർക്ക് കൊടുക്കുന്ന ഒരു ഗിഫ്റ്റായിട്ട് കൂട്ടിയാൽ മതി. നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുക തന്നെ വേണം. രക്ഷിതാവിന് വലിയൊരു കോർപ്പസ് ഉണ്ടായിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് വെറുതെ അവിടുന്ന് കിട്ടി ഇൻട്രസ്റ്റ് എടുത്തിട്ട് കുട്ടിക്ക് കൊടുക്കുന്നു. അത് നമ്മൾ പോലും അറിയാതെ വലിയൊരു അധോലോകമായിട്ട് മാറുന്നുണ്ടാവും. ഇനി കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് എടുക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് രക്ഷിതാവ് അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. മറ്റെവിടെയെങ്കിലും അക്കൗണ്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികളുടെ പേരിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് രക്ഷിതാവ് അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുക്കാനായിട്ട് ഞാൻ നിങ്ങളെ സഹായിക്കാം. എൻ്റെ വാട്സപ്പ് നമ്പറും കൂടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പ് ചെയ്താൽ മതി. വാട്സപ്പ് ചെയ്യുമ്പോൾ കാര്യം എന്താണെന്ന് പറയാം. ഒരുപാട് മെസ്സേജുകൾ വരുന്നുള്ളതുകൊണ്ട് മനസ്സിലാവില്ല. ഇങ്ങനെ കുട്ടികളുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യണം, അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞാൽ മതി. ഇവിടെ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ കൂടിയുണ്ട്. അത് ഞാൻ വീഡിയോയുടെ അവസാനം വിശദീകരിക്കാം. എല്ലാം കൂടെ കൺഫ്യൂഷൻ ആകണ്ട എന്ന് കരുതിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? കുട്ടിക്ക് അക്കൗണ്ട് എടുക്കണം. അതിനായിട്ട് പേരൻറ്റിന് ആദ്യം ഒരു അക്കൗണ്ട് വേണം. പേരൻ്റ് എന്ന് വെച്ചാൽ അച്ഛനോ അല്ലെ അമ്മയോ ഒരു അക്കൗണ്ട് വേണം. ഇനി വേണ്ടത്, കുട്ടിക്ക് പാൻ കാർഡില്ല, കുട്ടിക്ക് പാൻ കാർഡ് ആവശ്യവുമില്ല, അതുകൊണ്ട് അത് വിടാം. കുട്ടികൾക്ക് ആധാർ കാർഡുണ്ട്, അപ്പോൾ ആധാർ കാർഡ് നമ്പർ വേണം. പിന്നെ വേണ്ടത് ഒരു മൈനർ ബാങ്ക് അക്കൗണ്ടാണ്. അതായത് കുട്ടികളുടെ പേരിൽ ഒരു ബാങ്ക് അക്കൗണ്ട് എടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, കുട്ടികളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് എടുക്കുമ്പോൾ ഗാർഡിയനായിട്ട് അച്ഛനെയോ അല്ലെങ്കിൽ അമ്മയെയോ വയ്ക്കണം. ബാങ്കിൽ പ്രത്യേകം പറയണം. കുട്ടിക്ക് അക്കൗണ്ട് എടുക്കുന്നത് എന്തായാലും മൈനർ അക്കൗണ്ട് ആയിരിക്കും. അതിൽ ഗാർഡിയൻ അച്ഛൻ അല്ലെങ്കിൽ അമ്മ അവരുടെ പേരുണ്ടാവണം. ആരുടെയെങ്കിലും ഒരാളുടെ മതി. ആ വ്യക്തി ആയിരിക്കണം അസറ്റ് പ്ലസിൽ അക്കൗണ്ട് എടുക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ അച്ഛനാണ് ഗാർഡിയൻ എന്ന് വിചാരിച്ചോളൂ. അതായത് ബാങ്ക് അക്കൗണ്ടിൽ പാസ്ബുക്കിൽ ഇങ്ങനെ വരണം, കുട്ടിയുടെ പേര് ഗാർഡിയൻ അച്ഛൻ്റെ പേര് കേട്ടോ, അവിടെ അങ്ങനെ വരണം. ഇനി എന്താണ് ചെയ്യേണ്ടത്? അച്ഛൻ അസറ്റ് പ്ലസിൽ ഒരു അക്കൗണ്ട് എടുക്കുക.
ഫാമിലി മെമ്പറായിട്ട് കുട്ടീനെ ഞാൻ ആഡ് ചെയ്യുന്നതാണ്. ഇവിടെ നമുക്കത് ആഡ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഉണ്ട്, ആഡ് ചെയ്യുന്നതാണ്. കുട്ടിക്ക് ഇൻഡിവിജ്വലായിട്ട് അസറ്റ് പ്ലസ് അക്കൗണ്ട് ഉണ്ടാവും, ഇൻവെസ്റ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അച്ഛൻ്റെ അണ്ടറിലായിരിക്കും അക്കൗണ്ട് വരുന്നത്. അപ്പോൾ ഇത്രയും ഉള്ള കാര്യം, ഒരു ബാങ്ക് അക്കൗണ്ട്, ഗാർഡിയൻ്റെ ഇതിലുള്ള ഒരു ബാങ്ക് അക്കൗണ്ട് മാത്രം മതി ഏതൊരു കൊച്ചുകുട്ടിക്കും മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഇനി ഞാൻ പറഞ്ഞ ആ സ്മാർട്ട് ഐഡിയ പറയട്ടെ. എഫ് ഡിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 8% റിട്ടേൺ നമ്മളിവിടെ കൂട്ടിയല്ലോ. പക്ഷേ അവിടെ ഒരു ഡ്രോബാക്ക് ഉണ്ട്. എന്താണെന്നറിയോ? എഫ് ഡിയിലെ നിക്ഷേപം ഇപ്പോൾ 1.5 ലക്ഷം രൂപ ഇട്ടാൽ മതി, വലിയ സംഭവമൊന്നുമില്ല. നമ്മളിവിടെ 1.5 ലക്ഷം രൂപ എഫ് ഡി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി കുട്ടിയുടെ റിട്ടയർമെൻറ്റ് ആകുമ്പോൾ 4 കോടിയാകുക. അതിന് മുമ്പ് പിൻവലിക്കാം, അത് കുഴപ്പമൊന്നുമില്ല. 18 വയസ്സ് കഴിഞ്ഞാൽ പിൻവലിക്കാം, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇത്രയും ക്യാഷ് ഉണ്ടാവില്ല എന്നേ ഉള്ളൂ. എന്നാൽ എഫ് ഡിയുടെ ഡ്രോബാക്ക് പറഞ്ഞുതരാം. അത് നമുക്ക് 1 വർഷം കഴിഞ്ഞ് പിൻവലിക്കാൻ പറ്റും. എന്നാൽ അച്ഛനൊരു കാര്യം ചെയ്യുക, ഏതാണ്ട് 8% റിട്ടേൺ കിട്ടുന്ന ലിക്വിഡ് ഫണ്ടിൽ ഈ ക്യാഷ് ഇട്ടാൽ മതി. ലിക്വിഡ് ഫണ്ട് എന്ന് പറയുന്നത് മ്യൂച്വൽ ഫണ്ട് തന്നെയാണ്. ഈ മ്യൂച്വൽ ഫണ്ടിൽ അച്ഛൻ ഈ പൈസ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴൊക്കെ ഇതിൽ 1000 രൂപ റിട്ടേൺ വരുമോ അപ്പോൾ 1000 രൂപ അങ്ങ് പിൻവലിക്കാം. അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അതിന് 1 വർഷം കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ലിക്വിഡ് ഫണ്ടിന് എക്സിറ്റ് ലോഡ് ഒന്നെങ്കിൽ ഉണ്ടാവാം, അത് വളരെ കുറഞ്ഞ സമയത്തേക്കായിരിക്കും, ഒരു 5 ദിവസമൊക്കെ, അല്ലെങ്കിൽ ഉണ്ടാവില്ല. മിക്ക ലിക്വിഡ് ഫണ്ടിനും ഉണ്ടാവില്ല, എക്സിറ്റ് ലോഡ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ലോക്ക് ഇൻ പീരീഡ് ഉണ്ടാവില്ല. അതുകൊണ്ട് എപ്പോൾ വേണമെങ്കിലും ഇത് പിൻവലിക്കാം. എഫ് ഡിയിൽ നമുക്ക് 1 വർഷം കഴിഞ്ഞിട്ടേ പിൻവലിക്കാൻ പറ്റുമെങ്കിൽ ലിക്വിഡ് ഫണ്ടുകളിൽ നമുക്ക് അതിന് മുമ്പ് പിൻവലിക്കാം, ഒരു പ്രശ്നമില്ല. അപ്പോൾ അവിടെ ലിക്വിഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലെങ്കിൽ വളരെ റിസ്ക് കുറഞ്ഞ ഫണ്ടുകളൊക്കെ ഉണ്ട്, കുറച്ചും കൂടെ റിട്ടേൺ പൊട്ടൻഷ്യലുള്ള ഫണ്ടുകൾ. ഹൈബ്രിഡും ആർബിട്രേജും ഒക്കെ അതിന് ഉദാഹരണമാണ്. അപ്പോൾ ഇങ്ങനെ ഏതെങ്കിലും ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ റിട്ടേൺ അവിടെ വരുമ്പോൾ അതങ്ങ് പിൻവലിച്ചിട്ട് നേരെ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് ഇടാം. ഇത് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഈ എൻ്റെ പ്രോസസ്സ് നമുക്കിവിടെ ഓഫീസിൽ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ഇവിടെ ചെയ്തിട്ട് ഒരു ഇമെയിൽ വരും. ആ ഇമെയിലിൽ അപ്രൂവ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എൻ്റെ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി. കേൾക്കുമ്പോൾ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തോന്നുമെങ്കിലും ഇത് അത്രയധികം കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല. ഇപ്പോൾ ഒരു പാരൻറ്റിന് തന്നെ ഇതെല്ലാം ചെയ്യുമ്പോഴാണ് ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുക. നമ്മളിവിടുന്ന് എൻ്റെ പ്രോസസ്സ് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടേ അല്ല, വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്തായാലും കുട്ടികൾക്ക് വേണ്ടിയുള്ള മ്യൂച്വൽ ഫണ്ട് അക്കൗണ്ട് വലിയൊരു കീറാമുട്ടിയായിരുന്നു. അതിന് വളരെ ഈസി ആയിട്ടുള്ള സൊല്യൂഷൻ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുത്ത് ജസ്റ്റ് ഈ പ്രോസസ്സൊക്കെ ചെയ്താൽ മതി. ഇതൊരു വലിയ ബേർഡൻ ആകരുത് രക്ഷിതാവിന്. ഒരിക്കലും നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് ഏൺ മണി, നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ക്യാഷ് കുട്ടിയുടെ പേരിൽ ഇൻവെസ്റ്റ് ചെയ്യുക, അങ്ങനെയൊന്നും വേണ്ട. നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ കിട്ടുന്ന റിട്ടേണിൻ്റെ ചെറിയ ഒരു ഭാഗം, ഈവൻ ഞാൻ പറഞ്ഞല്ലോ 1.5 ലക്ഷം രൂപ എഫ് ഡി ഇട്ടാൽ പോലും കുട്ടിയുടെ പ്രായം ആകുമ്പോഴത്തേന് 4 കോടിയാവും. ആ എഫ് ഡി കറക്റ്റായിട്ട് നമ്മൾ മ്യൂച്വൽ ഫണ്ടിലേക്ക് ഇട്ട് അങ്ങനെ ആക്കണം കേട്ടോ, അത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ചാൽ അങ്ങനെ എന്തെങ്കിലും കുട്ടികളുടെ പേരിലേക്ക് മാറ്റി വെക്കുക, അവർക്കും വലിയൊരു ആശ്വാസമായിരിക്കും. നിങ്ങൾക്ക് ഇതൊരു ബർഡൻ ആകാനേ പോകുന്നില്ല, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇങ്ങനത്തെയൊക്കെയുള്ള സ്മാർട്ടായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മക്കൾക്ക് വേണ്ടി ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അസറ്റ് പ്ലസിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രോസസ്സ് എല്ലാവരും ചെയ്യുക. നല്ല വെൽത്തി ആയിട്ടുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കുകയല്ല, കാരണം നമ്മുടെ കുടുംബമാണ് അവിടെ ഭയങ്കരമായിട്ട് നിൽക്കാൻ പോകുന്നത്, ഉയർന്ന ഒരു പൊസിഷനിൽ നിൽക്കാൻ പോകുന്നത്. അതാണ് അതിൻ്റെ കാര്യം. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലി കുറേ കഴിയുമ്പോൾ സമൂഹത്തിൽ തന്നെ ഉയർന്ന ഒരു പൊസിഷന് നിൽക്കണമെങ്കിൽ ഒരു എഫേർട്ടും ഇല്ലാത്ത ഈ ഒരു കാര്യം ചെയ്താൽ മതി അല്ലേ. ഇപ്പോൾ 1.5 ലക്ഷം രൂപ നിങ്ങളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇൻട്രസ്റ്റ് മാത്രം എടുത്ത് കുട്ടിക്ക് മ്യൂച്വൽ ഫണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ വേറെ എഫേർട്ടൊന്നും എടുക്കുന്നില്ല. ആദ്യം നമ്മൾ ഈ 1.5 ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, പിന്നെ ഈ അക്കൗണ്ടൊക്കെ തുറക്കാനുള്ള കുറച്ച് ഫോർമാലിറ്റി ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മരിച്ച് എത്രയോ വർഷം കഴിഞ്ഞാലും നമ്മുടെ ഫോട്ടോ എല്ലാം ഇവർ വെച്ച് കുട്ടികളെ വെച്ചിട്ട് ഈ മനുഷ്യൻ കാരണമാണ് ഞാൻ ഇന്ന് ഈ നിലയിലെത്തിയത് എന്ന് പറയും. പിന്നെ അവർക്ക് സമ്പാദിക്കാവുന്ന കാലത്ത് അവർ സമ്പാദിച്ച് അവർ ഇൻവെസ്റ്റ് ചെയ്തോട്ടെ. ചെറിയ പ്രായത്തിൽ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കാണിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ഒരു ടീനേജ് പ്രായത്തിൽ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടുണ്ടാകും. ഇത് കണ്ടു കഴിയുമ്പം ഇൻവെസ്റ്റ് ചെയ്യേണ്ട പ്രാധാന്യവും കാര്യങ്ങളൊക്കെ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ജോലിക്ക് കയറിയ പിറ്റേ മാസം തൊട്ട് അവരും ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും.
അപ്പോൾ അവരും അവിടെ ഒരു വലിയ കോർപ്പസ് ഉണ്ടാകും, ഒരുപക്ഷെ നമ്മൾ അവർക്ക് കൊടുക്കുന്നതിനെ കഴിഞ്ഞും വലിയ കോർപ്പസ്. അപ്പോൾ ആ ശീലം വളർത്തിയെടുക്കാനൊക്കെ നമ്മൾ ഈ ശീലം തുടങ്ങണം. ചുമ്മാ ഉപദേശിച്ചത് കൊണ്ടായില്ല, എങ്ങനെ ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കുമ്പോഴാണ് അവരത് ചെയ്യുള്ളൂ, പറഞ്ഞതുകൊണ്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഭയങ്കര ഒരു സംഭവം എന്നാന്ന് വെച്ചാൽ നിങ്ങളുടെ ആ കുടുംബ പാരമ്പര്യം നല്ല വെൽത്തി ആയിട്ട് അവിടെ നിൽക്കുമെന്നുള്ളതാണ്. നമ്മൾ കേട്ടിട്ടില്ലേ പാരമ്പര്യ പണക്കാരെന്നൊക്കെ. അതിനൊക്കെ നേരത്തെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ചെയ്യണം. ഒറ്റയടിക്ക് നമുക്ക് പെട്ടെന്ന് 1 കോടിയൊന്നും ഉണ്ടാക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്നവർ വളരെ കുറവായിരിക്കും. എല്ലാവർക്കും അതിനുള്ളൊരു ഭാഗ്യം കിട്ടണമെന്നുമില്ല. എന്നാൽ ഇത് ചെറിയൊരു പ്രോസസ്സാണ്, കുഞ്ഞൊരു സ്റ്റെപ്പാണ്. ഈ സ്റ്റെപ്പ് വെച്ച് നമ്മളെ മക്കളെ പഠിപ്പിക്കുമ്പോൾ അവർ വെൽത്തി ആകുന്നതിൻ്റെ കൂടെ അവരുടെ മക്കളെയും ഇത് പഠിപ്പിക്കുകയും ഇന്ത്യയിൽ തന്നെ സൂപ്പർ കോടീശ്വരന്മാർ എന്നുള്ള പദവിയൊക്കെ അലങ്കരിക്കുന്ന 1% ആൾക്കാരുള്ളൂ. ഒരുപക്ഷെ നമ്മുടെ ഫാമിലിയും ആ ഒരു ക്ലബിൽ കയറിപ്പറ്റും. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നേരത്തെ ചെയ്താൽ ഇതിന് ഭയങ്കരമായിട്ട് ഒരു എഫേർട്ട് ഇടുകയും വേണ്ട. എന്നാൽ ഇപ്പോൾ നമുക്ക് ശരിക്കും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. ഹാപ്പി ഇൻവെസ്റ്റിംഗ്. Mutual fund investments are subject to market risks. Read all scheme-related documents carefully before investing. Past performance is not indicative of future performance.